കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇവിടെ ദൈവവചനം പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങളെ സംബന്ധിച്ചാണ്. ദൈവത്തിൻ്റെ കരുതലും മനുഷ്യരുടെ കരുതലും രണ്ടും വളരെയേറെ വ്യത്യസ്തമായ നിലകളിലാണ്. ദൈവം കരുതുന്നത് മനുഷ്യർ കരുതുന്നത് പോലെയല്ല. മാനുഷികമായ കരുതലൊക്കെ ധനത്തെ ആശ്രയിച്ചുള്ളതായ കരുതലാണ്. ഉദാഹരണമായി, തലമുറകൾക്ക് വേണ്ടി ധാരാളം സമ്പാദിച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലോ. മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കുകയാണ്, ധാരാളം കാര്യങ്ങൾ കരുതി വയ്ക്കുന്നുണ്ട്. വസ്തുവകയായി കരുതി വയ്ക്കുന്നവരുണ്ട്, വലിയ വലിയ വീടുകളുണ്ടാക്കി അത് കരുതി വയ്ക്കുന്നവരുണ്ട്, ബാങ്കിൽ ഇഷ്ടം പോലെ പണം
ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ കരുതി വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒക്കെ കരുതി വയ്ക്കുന്ന ഒരു നിലയാണല്ലോ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാനുഷികമായ കരുതലെല്ലാം ഈ ലോകത്തിലെ ധനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ കരുതലുകളാണ്. വളരെയധികം പണം സമ്പാദിച്ച് ധാരാളം വസ്തുവകയുണ്ടാക്കി, ധാരാളം ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കി, വലിയ വലിയ മണിമാളികകളുണ്ടാക്കി, അങ്ങനെ ഭാവിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സ്വരുക്കൂട്ടി വെച്ച് തലമുറകൾക്ക് വേണ്ടി ഇതെല്ലാം സമ്പാദിച്ചു വെച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ കരുതാവുന്നതെല്ലാം കരുതി എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത് എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. അതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 12-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ പറയുന്നതായ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് താൻ പറയുകയാണ്. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. അതോട് ചേർന്ന് താൻ ഒരു ഉപമയും പറയുന്നത് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. ഈ ധനവാനായ മനുഷ്യൻ്റെ ഭൂമിയെല്ലാം നന്നായി വിളഞ്ഞ് ഏറ്റവും വലിയ വിളവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഈ വിളവെല്ലാം ഞാൻ ഒരു കളപ്പുരയിൽ സൂക്ഷിച്ചു വയ്ക്കും. എനിക്ക് ഏറിയ ആണ്ടേക്ക് മതിയായവ ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും എനിക്ക് സമ്പാദിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതിനോടകം ഞാൻ ധാരാളം സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് താൻ തന്നെ പറയുകയാണ്, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇതാണ് വാസ്തവത്തിലുള്ളതായ മനുഷ്യരൊരു ചിത്രം എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. ധാരാളം കാര്യങ്ങൾ മനുഷ്യർ കരുതി വയ്ക്കുകയാണ്. ഭാവിക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു. എല്ലാം ഈ ലോകത്തിലെ ധനമാണ്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യരൊക്കെ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അങ്ങനെ വ്യർത്ഥമായി ധനം സമ്പാദിച്ചു വെച്ച് അതിൽ ആശ്വസിക്കുവാനും തിന്നുവാനും കുടിക്കുവാനും ആനന്ദിക്കുവാനും മനുഷ്യർ ആഗ്രഹിക്കുകയും അതാണ് യഥാർത്ഥ കരുതൽ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇത്രമാത്രം സമ്പാദിച്ചു വച്ചിരിക്കുന്നതായ ഈ മനുഷ്യനോട് വലിയവനായ ദൈവം ചോദിക്കുകയാണ്, മൂഢ, ഈ രാത്രിയിൽ ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? ഇത്രമാത്രം ധനം സമ്പാദിച്ചിരിക്കുന്ന, ഇത്രമാത്രം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരാളിനെ ഈ ലോകത്തിലെ ആരും മൂഢ എന്ന് വിളിക്കാറില്ല. അവനെ ബുദ്ധിമാൻ എന്ന് വിളിക്കും, അവൻ ഭാഗ്യവാൻ എന്ന് പറയും. അങ്ങനെ അവരെ ഏറ്റവും വാനോളം പുകഴ്ത്തുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ദൈവം അവനെ വിളിക്കുന്നത് മൂഢ എന്നാണ്. കാരണം എന്താണ്? അവനെല്ലാം കരുതി വയ്ക്കുവാൻ സാധിക്കും, പക്ഷെ അവൻ്റെ പ്രാണന് വേണ്ടി കരുതി വയ്ക്കുവാൻ അവന് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുതലും മനുഷ്യരുടെ കരുതലും തമ്മിലുള്ളതായ വ്യത്യാസം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 40-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എന്നാണ്. നോക്കുക, ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ പ്രാണന് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. എന്താണ് മുൻകരുതിയത്? യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ. അതാണ് ദൈവം നമുക്ക് വേണ്ടി മുൻകരുതിയത്. നോക്കുക, ദൈവത്തിൻ്റെ കരുതൽ മാനുഷികമായ കരുതൽ പോലെയല്ല. നമ്മുടെ പ്രാണന് വേണ്ടി അവിടുന്ന് കരുതിയ ഏറ്റവും വിലയേറിയതായ കരുതലാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിതരാക്കി എന്നുള്ള ഏറ്റവും വിലയേറിയതായ കാര്യം. 49-ാം സങ്കീർത്തനം 7 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കോരഹപുത്രന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കയില്ല. കോരഹപുത്രന്മാർ പറയുകയാണ്, മനുഷ്യരുടെ പ്രാണനെ വീണ്ടെടുക്കുവാൻ ആർക്കും സാധ്യമല്ല, അതൊരു നാളും സാധിക്കയില്ല. എന്നാൽ വലിയവനായ ദൈവം നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തു. എങ്ങനെ? കർത്താവായ യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ച് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം അവിടുത്തെ മേൽ ചുമത്തി ദൈവക്രോധാഗ്നിയുടെ മുൻപാകെ
അവിടുത്തെ ഒരു യാഗമായി അർപ്പിച്ച് ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം ദൈവനീതിയുടെ മുൻപാകെ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായി ഒഴുക്കി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഏറ്റവും വിലയേറിയതായ കാര്യമാണ് നമ്മുടെ പ്രാണന്റെ രക്ഷ എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യനും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്താൽ അവന് ലഭിക്കുന്ന അവൻ്റെ പ്രാണന്റെ രക്ഷ ഏറ്റവും വിലയേറിയതാണ്. അത് ഈ ലോകത്തിനപ്പുറമായിട്ടുള്ള രക്ഷയാണ്. നിത്യത മുഴുവനും കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാൻ അവന് നൽകുന്നതായ നിത്യരക്ഷയാണ്. ഇതാണ് ഏറ്റവും വലിയ കരുതൽ വലിയവനായ ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 66-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് പറയുന്നതായ ഒരു കാര്യം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അതുകൊണ്ട് വലിയവനായ ദൈവം നമുക്ക് വേണ്ടി കരുതിയ ഏറ്റവും വിലയേറിയതായ കാര്യം നമ്മുടെ പ്രാണന് വേണ്ടിയുള്ള കരുതലാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവിടുന്ന് നമ്മുടെ പ്രാണനെ കരുതിയിരിക്കുന്നു. ഇതുവരെയും തങ്ങളുടെ പ്രാണന് വേണ്ടി കരുതുവാനായിട്ട് സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക: ഈ ലോകത്തിൽ സമ്പാദിക്കുന്നതും കരുതി വെക്കുന്നതുമെല്ലാം മരണത്തോടുകൂടെ അവസാനിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷ നമ്മുടെ പ്രാണന് വേണ്ടിയുള്ള കരുതലാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. അങ്ങനെ നിങ്ങളുടെ പ്രാണന് വേണ്ടി കരുതി വയ്ക്കുക. അങ്ങനെയുള്ളവരെ കരുതുന്ന രണ്ടാമത്തെ വിധമാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ സകല പ്രയാസങ്ങളുടെയും മധ്യത്തിൽ, നമ്മുടെ സകല ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ, നമ്മളുടെ മാനസികമായ വിഷമങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്. ഒരുപക്ഷെ നാം വല്ലാതെ മാനസികമായി വിഷമിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. നാളെപ്പറ്റി ഓർത്ത്, ഭാവിയെപ്പറ്റി ഓർത്ത്, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളെ ഓർത്ത് നാം വല്ലാതെ വ്യാകുലപ്പെടുന്നവരായിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. തന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കരുതി വയ്ക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടി ഉള്ളപ്പോൾ ഈ ചിന്താകുലങ്ങളുടെ മുൻപാകെ നാം തകരേണ്ടുന്നതായ യാതൊരു കാര്യവുമില്ല. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു, നമ്മെ സഹായിക്കുന്നു. സ്വർഗീയമായ ഒരു കരം എല്ലാ സമയത്തും നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ പ്രയാസവേളകളിൽ ആ കരം നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ തലോടുന്നു. നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്നു. നാം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാകുമ്പോൾ സ്വർഗീയമായ ഭണ്ഡാരം തുറന്ന് ആ കരങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നു, നമ്മെ കരുതുന്നു. അങ്ങനെ നമ്മെ സഹായിക്കുന്ന ഒരു കരം എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ സകല ചിന്താകുലവും അവിടുത്തെ മേലിട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ദിവസം അതിന് കർത്താവ് നമ്മെ ഒരുക്കട്ടെ. ഇതുവരെയും ഈ ദൈവകൃപയിലേക്ക് വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ ദൈവകൃപയിലേക്ക് വന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി മുൻകരുതിയിരിക്കുന്ന ഈ വിലയേറിയ രക്ഷ സൗജന്യമായി പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ കരുതൽ ജീവിതത്തിലുടനീളം അനുഭവിക്കുവാനും സകല ചിന്താകുലവും അവിടുത്തെ മേലിട്ടുകൊണ്ട് ജീവിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഈ ലോകത്തിലെ കരുതലുകളെല്ലാം മരണം കൊണ്ട് അവസാനിക്കുന്നതാണെന്ന് ദൈവവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. കർത്താവെ, ഈ ലോകത്തിൽ ധനം സമ്പാദിക്കുന്നതും സുരുക്കൂട്ടി വയ്ക്കുന്നതും എല്ലാം താൽക്കാലികമാണെന്ന് ഞങ്ങളെ ദൈവവചനത്തിൽ ഓർമ്മിപ്പിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രാണന് വേണ്ടി അവിടുന്ന് മുൻകരുതിയ രക്ഷയെ പ്രാപിക്കുവാൻ കർത്താവെ അവിടുന്ന് കാലാകാലങ്ങളിൽ ഞങ്ങളെ അനുവദിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ വചനം കേട്ട ആരെങ്കിലും അവിടുത്തെ സന്നിധിയിലേക്ക് ഇതുവരെയും കടന്നു വരാത്തവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് പ്രവർത്തിച്ച് കർത്താവെ ഈ രക്ഷ സൗജന്യമായി പ്രാപിക്കുവാൻ വിശ്വാസത്തിലൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കുവാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവെ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ കരുതൽ അനുഭവിച്ചുകൊണ്ട് സകല ചിന്താകുലവും അവിടുത്തെ മേലിട്ടുകൊണ്ട് ജീവിപ്പാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് ധാരാളമായി നൽകി ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.